ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു DIY ആയിട്ടാണ്. നമ്മുടെ സ്റ്റഡി ടേബിളൊക്കെ ഡെക്കർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റഡി ടേബിൾ മേക്ക് ഓവറിനെ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ചിലവൊന്നുമില്ലാത്ത ഒരു DIY കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് A4 ഷീറ്റ്, സ്കെച്ച് പെൻസ്, പിന്നെ ഇതേപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വേണം. അതിപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കവർ മതി കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സിൽ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സ്കെച്ച് പെൻ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസ് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതൊന്ന് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ A4 ഷീറ്റ് നമ്മൾ നേരെ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. A4 ഷീറ്റ് നമുക്ക് എത്ര വലുപ്പത്തിലുള്ളത് വേണോ അതിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് ഇത് മുകളിലേക്ക് വെച്ചിട്ട് നേരെ തിരിച്ച് വയ്ക്കുക. കൈകൊണ്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളം നമ്മളതിൽ തെളിച്ച് കൊടുക്കുന്നത് തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ വെള്ളം കൂടി കഴിഞ്ഞാലും കുഴപ്പമാണ്. 1-2 വട്ടം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ടെക്നിക്ക് മനസ്സിലാവും. എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ഷീറ്റ് ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ കോട്ട്സൊക്കെ എഴുതാൻ പോകുന്നത്. എന്നിട്ട് നമ്മുടെ ചുമരിൽ ഒട്ടിച്ച് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും. കൂടുതൽ വാട്ടർ കളറൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക. നമുക്ക് സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ടും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് വേറൊരു കളർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ റെഡ് മാത്രമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ വെള്ളം തെളിച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാനാണ്. ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിത് എടുത്തു മാറ്റാം. അങ്ങനെ നമ്മൾ 3 ബാക്ക്ഗ്രൗണ്ട്സാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് കോഡ്സൊക്കെ എഴുതി കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് സ്റ്റഡി ടേബിളിൻ്റെ അവിടേക്കാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് നല്ല എനർജി ഫീൽ ചെയ്യുന്ന നല്ല പോസിറ്റീവ് തിങ്കിങ് ആയിട്ടുള്ള കോഡ്സൊക്കെ എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ 2-3 എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് പെൻസിൽ കൊണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം സ്കെച്ച് പെൻ യൂസ് ചെയ്ത് തന്നെ എഴുതാണ്. അപ്പോൾ ചെറിയൊരു കാലിഗ്രഫി ടച്ച് കിട്ടാനായിട്ട് ആ ഒരു ടെക്നിക്കിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. മുഴുവനായിട്ടും ശരിയായിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാതെ എഴുതിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ.
അങ്ങനെ 3 കോഡ്സ് നമ്മൾ എഴുതിയെടുത്തിട്ടുണ്ട്. 3 വാട്ടർ കളർ ബാക്ക്ഗ്രൗണ്ടിൽ 3 കോഡ്സ് നമ്മൾ എഴുതിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഒരു ബോർഡറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കാവും. ഞാനിപ്പോൾ ജസ്റ്റ് സ്കെച്ച് പെന്നോണ്ട് ഇവിടെ വരച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ഇതിന് പകരം നിങ്ങൾക്ക് കടലാസ് കൊണ്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കൊണ്ടോ ബോർഡേഴ്സ് ഉണ്ടാക്കിയിട്ട് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ബോർഡർ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ഫോട്ടോ ഫ്രെയിം പോലെ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കിയിട്ട് അതേപോലൊരു ബോർഡർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ കിട്ടു ലുക്കായിരിക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിത് ചുമലിൽ ഒട്ടിച്ച് വെച്ചിട്ട് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ അല്ലെങ്കിൽ ഒരു വാൾ ഡെക്കോർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അതും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.